നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ അത് കേരളത്തിലങ്ങ് അടിക്കുകയാണ്. ഒരു ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റായിട്ട് തന്നെ അടിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകൾ പിടിയിലാകുന്നുണ്ട്. ഇതിലൊക്കെ പല ഉന്നതരും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നല്ല നിലയിലെ ഈ ഡോക്ടർമാര്, ടീച്ചർമാര്, മറ്റുള്ള പല മേഖലകളിലുള്ളവരും ഇതിന്റെ ഒരു ഇടനിലക്കാരാണ് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കഴിഞ്ഞ ദിവസം വടകരയിൽ 3 ടീച്ചർമാർ, ഇവർ ഉറ്റ സുഹൃത്തുക്കളാണ്. ഇവർ ഒരേപോലെ നടക്കൂ, ഒരേപോലെ ഉറങ്ങൂ, ഒരേപോലെ കിടക്കൂ, അങ്ങനെ ഒറ്റ സുഹൃത്തുക്കളായിട്ടുള്ള 3 ടീച്ചർമാർ അവരെ ഈ ഒരു ലഹരി സംഘം അല്ലെങ്കിൽ ലഹരിയുടെ ഒരു വലിയൊരു ഇടപാടുകാരായിട്ട് കൃത്യമായിട്ട് തെളിവ് സഹിതം പോലീസ് പിടികൂടിയിരിക്കുകയാണ്. വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്കൂളുകൾ നമുക്കറിയാം, അറിവിന്റെ ഒരു വെളിച്ചം പകർന്നു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ കുട്ടികളിലേക്ക് ലഹരി എത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുന്നിട്ട് നിൽക്കേണ്ട അധ്യാപകരാണ് ഇത്തരത്തിൽ ലഹരി സംഘങ്ങളിൽ പെട്ട് പിടിയിലായിരിക്കുന്നത്. ഏതായാലും അതിന് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു അപകടമല്ലേ? ഇങ്ങനെ ആണെങ്കിൽ എത്രത്തോളം ഇനി ഈ കുട്ടികൾക്ക് ഇവർ ഈ ലഹരി കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപകടത്തിന്റെ ഒരു തുമ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വളരെ ആഴത്തിലുള്ള ഒരു അപകടമാണ് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നത്. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു തുമ്പ് മാത്രം, വാസ്തവത്തിൽ ഒരു മഞ്ഞ് കട്ടയുടെ ഒരു തുമ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. വളരെ ആഴത്തിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഡാർക്ക് വെബിലൂടെയൊക്കെ വിദേശത്തുള്ള അക്കൗണ്ട്സിലൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഈ ലഹരി എന്ന് പറയുന്ന മാഫിയയുടെ പ്രവർത്തന ഫലമായി നമ്മളറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതെ, ഒരു പക്ഷേ ഇതുപോലൊരു ഓപ്പറേഷൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഒരിക്കലും അറിയാതെ പോകുന്ന കാര്യങ്ങളിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ അധ്യാപികമാരാണ്, അധ്യാപകരല്ല. ദൂഷ്യങ്ങളുള്ളവരുണ്ട്, നമുക്ക് നേരത്തെ അറിയാം. അധ്യാപികമാർ, മാതൃകയാകേണ്ട അമ്മമാർ, അതിൽ തന്നെ 3 പേര്. ആ 3 പേരെന്ന് പറഞ്ഞാൽ വെറും അധ്യാപികമാരല്ല, അധ്യാപികമാരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ. ഇപ്പോൾ ഡബിൾ അധ്യാപകരാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവതുല്യരായിട്ട് കണക്കാക്കപ്പെടേണ്ട അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നത് ഏത് വഴി? സർവശിക്ഷ അഭിയാൻ വഴി. സർവശിക്ഷ എന്ന് പറയുമ്പോൾ സർവശിക്ഷയുടെയും കൂട്ടത്തിൽ ഈ മയക്കുമരുന്ന് കഴിക്കാനുള്ള ഒരു ശിക്ഷണം കൂടി ഉണ്ടോ എന്നറിയത്തില്ല. ആ തരത്തിലാണ് ഈ സ്ത്രീകൾ പെരുമാറിയത്. എന്നും മാത്രമല്ല, ഈ സ്ത്രീകൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളായിരുന്നു. അങ്ങനെയുള്ള പോൺസിനെയാണ്, അല്ലെങ്കിൽ ഇരകളെയാണ് പണയപ്പെടുത്തിക്കൊണ്ട് ഈ കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് മയക്കുമരുന്ന് വരും. അത് വലിയൊരു ചെയിനാണ്, നെറ്റ്വർക്കാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസാണ് ഇവരെ ബന്ധിപ്പിച്ച കണ്ണി എന്നാണ്. അല്ല, ജിജിൽ കുര്യാക്കോസിനപ്പുറം വേറൊരു ഏജൻ്റ് ഉണ്ട് കേരളത്തിൽ തന്നെ. അദ്ദേഹത്തിൻ്റെ പേരാണ് ഷിൻഡോ. ഷിൻഡോ എന്ന ആളാണ്. അദ്ദേഹം വയനാട് സ്വദേശിയാണ്. 22 വയസ്സെന്ന് പറഞ്ഞാൽ ജെൻസിയിൽപ്പെട്ട ആളാണ്. ഈ കോക്രോച്ച് വിപ്ലവത്തിലൊക്കെ പങ്കെടുത്തവരുടെ പ്രായം മാത്രമുള്ള, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന 22ാമത്തെ വയസ്സിൽ ഇവൻ ഇതിൻ്റെ ഉസ്താദായി കഴിഞ്ഞു. കാരണം ഇവൻ വഴിയാണ് പണം ജിജിലിലേക്ക് എത്തുന്നത്. ജിജിൽ വഴിയാണ് പണം ഈ അധ്യാപികമാരിലേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഉസ്താദ് തന്നെ, ബോസിൻ്റെ ബോസാണ് ഇവൻ. ഇവനിപ്പോൾ മുങ്ങിയിട്ടുണ്ട്. ഇവൻ സമർത്ഥമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തൂഫാനിനെ വെട്ടിച്ചുകൊണ്ട് സംസ്ഥാനം വിട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം ഇവർക്ക് വേണ്ട ഇൻഫർമേഷൻ കൊടുക്കാനൊക്കെ ആളുകൾ പോലീസിൻ്റെ നെറ്റ്വർക്ക് പോലെ തന്നെ പാരലായിട്ടുണ്ട്. പല കോടികളുടെയാണ് ബിസിനസ്. നമ്മൾ അറിയുന്നത് ഈ ഷിൻഡോയ്ക്ക് തന്നെ ഈ നമ്മളറിയുന്ന സംഘം അധ്യാപകന്മാർ അടക്കം 1 കോടിയിലേറെ രൂപ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പണം കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ രക്ഷപ്പെടാനാണോ പ്രയാസം? ഏത് തടസ്സങ്ങളും അതിജീവിച്ച് പോകാൻ ഉള്ള പണം. ഏതാണ്ട് കൊളംബിയയിലെ പോലുള്ള ഒരു നെറ്റ്വർക്കിംഗ് മാഫിയ. എതിർക്കുന്നവരെ തട്ടുകയും ചെയ്യും കൊളംബിയയിലെ മാഫിയ. ഭരണാധികാരികളാണെങ്കിൽ അവരെയും. അതുപോലത്തെ ഒരു നെറ്റ്വർക്കിലേക്ക് പണം കൊണ്ട്, പണത്തിൻ്റെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റൂട്ടിൽ നിന്ന് ഏറ്റവും തലപ്പത്തുള്ള ആൾ പോയി കഴിഞ്ഞിരിക്കുന്നു. അധ്യാപികമാരെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഈ അധ്യാപികമാർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം, അവർ കൊടുക്കുന്ന ജിജിലിൻ്റെ കാര്യം മാത്രമേ അറിയൂ. അതിനപ്പുറം ഒന്നും അറിയത്തില്ല. ജിജിലിനാകട്ടെ ഷിൻഡോയെ പോലെ ഒരാളിനെ അറിയത്തുള്ളൂ. പക്ഷേ കേരളത്തിലെ സകല നെറ്റ്വർക്കിൻ്റെയും സകല ഉപയോക്താക്കളുടെയും ഇതുപോലുള്ള ഏജൻറ്റുമാരുടെയും കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി ആരാണ്? ഈ ഷിൻഡോ. ആ ഷിൻഡോയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ഓപ്പറേഷൻ തൂഫാനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ്. ഇതിനോടകം അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നത് ഒരു പരാജയം തന്നെയാണ്. അതിനിപ്പം എങ്ങനെ, ഇയാളിപ്പം അന്താരാഷ്ട്ര മാനങ്ങളുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അയാൾ പോയി കഴിഞ്ഞാൽ അത് പിടിക്കുക എന്ന് പറയുന്നത് അത്ര ക്ഷിപ്രസാധ്യമായിട്ടുള്ള കാര്യമല്ല. എന്താണെന്നറിയാം, എങ്ങോട്ട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള പാസ്പോർട്ടും വീസയും ഒക്കെ ചെയ്തു കൊടുക്കാൻ അന്താരാഷ്ട്ര തലത്തിലുള്ള നെറ്റ്വർക്കിംഗ് ഇവരുണ്ട്, അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ പിടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമേറിയ പറയുക. ഒരു സ്റ്റേറ്റ് പോലീസിന് ചെയ്യാവുന്നതിലപ്പുറമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഇതിപ്പോൾ ഇവരുടെ ചുരുങ്ങിയ കാലയളവിലൊക്കെ തന്നെ ഇവരുടെ ബാങ്കിലൊക്കെ കോടികളുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. 1000, 2000 എന്ന് പറഞ്ഞുകൊണ്ട് കോടികളുടെ ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നത്. അധ്യാപകന്മാരുടെ തന്നെ ഇടപാടിലേക്ക് ഞാൻ അറിയുന്നത് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ ഒരു അധ്യാപകയുടെ സമ്പാദ്യത്തിലേക്ക് 5 മാസം കൊണ്ട് വന്നിരിക്കുന്നത് 9 ലക്ഷം രൂപയാണ്. മറ്റൊരു അധ്യാപികയ്ക്ക് ഒരു വർഷത്തിനിടെ 14 ലക്ഷം രൂപയാണ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് ഈ പണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉപയോഗം നടക്കുന്നുണ്ട്, അത് ഉപയോഗിക്കുന്നത് കൂടാതെ ഇവർക്ക് പണം, ഒരു വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ആ പണത്തിന് വേണ്ടി വിശുദ്ധമായ വിദ്യാഭ്യാസത്തെ അവർ കളങ്കിതമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ ഈ പണം കൂടുതൽ കിട്ടാനുള്ള ആർത്തി കൊണ്ട് നാളെ ഇവർ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെയും ഇതിൻ്റെ ഇരകളാക്കാം. ഇങ്ങനെ കിട്ടുന്നു എന്നറിയുമ്പോൾ പണത്തിന് പിന്നാലെ പരക്കം പായുന്ന ഒരു ജനതയാണ് വാസ്തവത്തിൽ നമ്മുടെ നാടെമ്പാട് ഇന്നുള്ളത്. പണം, അതിന് മീതെ ഒന്നുമില്ല. പണത്തിനു വേണ്ടിയുള്ള അത്യാർത്തി ധാരാളമായിട്ട് ആളുകളെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ സത്യമാണ്, പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുന്നത് വേറൊരു കാര്യം. അപ്പോൾ ഈ പണസമ്പാദനത്തിന് വേണ്ടി അധ്യാപികമാരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അധ്യാപികമാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ അതിനിരയാക്കാൻ അവർ ശ്രമിക്കും. അധ്യാപികമാർ പറയുന്നത് എന്തും ഏറെക്കുറെ ഇപ്പോഴും വിശ്വസിക്കുന്ന കൂട്ടമാണ് കൊച്ചുകുട്ടികൾ. അപ്പോൾ അതുവഴി അവരെ ഇതിൻ്റെ അടിമകളാക്കാനോ അവരെ പ്രലോഭിപ്പിക്കാനോ വളരെ എളുപ്പമാണ്. ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയും അത് സമ്മതിക്കും. ഇത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ പെഡലറുകളായിട്ടും ഏജൻറ്റുകളായിട്ടും അങ്ങനെയും പ്രവർത്തിക്കും. അതാണ് ഈ അധ്യാപകരെന്ന് പറയുന്ന സമൂഹത്തിൽ വളരെ മാന്യതയുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇതിലെ ഡീലർമാരായിട്ട് വരുമ്പോൾ, ഏജന്റുമാരായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം. ഇരിട്ടിയിൽ ഇത് എന്തിനാണ് ഈ ഇത്രയും ഒരു വളരെ ചെറുപ്പത്തിൽ നല്ലൊരു അധ്യാപനം എന്നുള്ളൊരു ജോലിയുണ്ട്, പക്ഷേ എന്നിട്ടും ഈ ഒരു ആഡംബരത്തിൽ ഭ്രമിച്ചുകൊണ്ടാണോ, ഒരു വേഗത്തിലൊരു പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണോ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്നത്? ഇതൊരു വിശ്വസ് സർക്കിളാണ്, ഒരു ദൂഷിത വലയം. പണം നമുക്ക് കുറച്ച് കൂടുതലുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി മാറി. മിഡിൽ ക്ലാസിൻ്റെ ധനശക്തി വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല. അപ്പോൾ കൂടുതൽ സുഖങ്ങളിലേക്കുള്ള ഒരു പരക്കം പാച്ചില്ല. കൂടുതൽ സുഖങ്ങളിലേക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അത് സിഗരറ്റ് വലിക്കുന്ന പോലെ വലിച്ച് പുക പുറത്തേക്ക് വിട്ട ഈ സിഗരറ്റ് വലിക്കുന്ന ടീച്ചറിന് ആരും പറയത്തില്ല. കള്ളു ഷാപ്പിൽ കയറി കള്ളു കുടിച്ചു ടീച്ചറിന് ആരും പറയത്തില്ല. ഈ സാധനം എനിക്കറിയില്ല ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്. MDMA അത് നമ്മുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ ഈ ഡയബറ്റീസിനൊക്കെ ഇൻസുലിൻ എടുക്കുമല്ലോ, ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ അഞ്ഞ് ഇഞ്ചക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ ഒരു സുഖാനുഭൂതിയിൽ സ്വയം മറക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കഴിച്ചിട്ടുള്ളവർ പറയുന്നത് അവർക്കൊരു വെളിവുമില്ല, മണിക്കൂറുകളോളം അവർക്ക് നടക്കാനും ഒക്കെ കഴിയും, ഊർജ്ജം അത്രമാത്രം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. തലയ്ക്ക് വെളിവുണ്ടാവില്ല എന്നുള്ളത് വേറൊരു കാര്യം, ഊർജ്ജം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പുറം ഒരു സുഖാനുഭൂതിയിലേക്ക് ഈ അധ്യാപകർ പോയിട്ടുണ്ട്. ആ സുഖാനുഭൂതിയിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന ഡീലർ ബോയ് അവരെ അതിൻ്റെ ഇരയാക്കിയിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അവർ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. അതിൽ നിന്നൊരിക്കലും പുറത്തു വരാൻ കഴിയില്ല. രാവണൻ കോട്ട പോലാണ്. ഇതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഡീൽ അവർ അവസാനിപ്പിച്ചാൽ മുകളിൽ നിന്ന് ശിക്ഷ വരും. അങ്ങനെയാണ്. പോയി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ കൂട്ടമായിട്ട് വന്ന് ഇവരെ കൈകാര്യം ചെയ്യും. എന്തിനും ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു തരത്തിലുള്ള ശാരീരിക പീഡനം ഏൽപ്പിക്കാനും അവർക്ക് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള നെറ്റ്വർക്കിംഗ് ഉണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. അത്തരം ഒരു ദൂഷിത വലയമാണിത്. ആ വിഷയ സർക്കിളിൽ പെട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ വലിയ പ്രയാസമാണ്. കുട്ടികളുടെ കാര്യത്തിലും ഇത് സിനിമ, മലയാളത്തിലൊരു സിനിമയിൽ അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നൊരു കുട്ടി ഇതിൻ്റെ ഇരയായിപ്പോയി. പ്രേമത്തിൽപ്പെട്ടതുകൊണ്ട് ഇരയായിപ്പോയതാണ്. ഇരയായിപ്പോയത് പിന്നെ അതിൽ നിന്ന് പെട്ട് കഴിഞ്ഞാൽ, അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചാൽ കൊല്ലും, തീർക്കും. അതാണ് കാരണം. എന്താണ്? അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട്. അത്തരം വലിയൊരു ദൂഷിത വലയമാണുള്ളത്.
ഇതിപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ഭീകരതയുടെ ഒരംശം മാത്രമാണ്. ഇതിലും ആഴത്തിലാണ് അധ്യാപകരെ മാത്രമല്ല, സിനിമാ നടന്മാർ, അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അവരുടെ മക്കൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് രഹസ്യമായിട്ട് ആരും അറിയാതെ നടത്തുന്ന പ്രവൃത്തിയുടെ ഭാഗമാണ്. അതിൻ്റെ ചുരുളൊന്നും ഇതുവരെ അഴിഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് സിനിമയിലെ ചില നടന്മാർ മയക്കുമരുന്ന് കഴിച്ചുകൊണ്ട് തന്നെയാണ് അഭിനയിക്കുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് അഭിനയം വരില്ല എന്നുള്ള സ്ഥിതി വരെ എത്തിയിരിക്കുന്നു. അത്രമാത്രം വളരെയധികം ദൂഷിതമാണ് ഇതിൻ്റെ ഒരു സർക്കുലേഷൻ കേരളം പോലൊരു സംസ്ഥാനത്ത് തന്നെ. പിന്നെ ഇത് കടൽ വഴി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ, നമുക്ക് ഒരു വശം നീളെ കടലാണ്, 550 കിലോമീറ്ററോളം വരുന്ന കടൽ തീരമുണ്ട്. നമുക്ക് അതുവഴി എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ കപ്പൽ മാത്രമല്ലല്ലോ, ബോട്ട് അതുപോലുള്ള സൗകര്യങ്ങളിലൂടെ എത്തിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, കള്ളക്കടത്ത് മാതിരി തന്നെ. അപ്പോൾ വലിയൊരു നെറ്റ്വർക്കിംഗ് ആയത്. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ പണമിടപാടുകളൊക്കെ ഡാർക്ക് വെബ് സൈറ്റുകളിലൂടെ തന്നെ നടത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ കേസിൽ പോലീസ് കണ്ടെത്തിയത് അന്വേഷണത്തിൽ ഇത് വന്നിരിക്കുന്നത് വിദേശത്തുള്ള ഒരു വാട്സാപ്പ് അക്കൗണ്ട്. ആ വാട്സാപ്പ് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പണത്തിൻ്റെ ഏർപ്പാടുകളെല്ലാം നടന്നുകൊണ്ട് ഇരുന്നത്. അത്രമാത്രം എളുപ്പത്തിലാണ് കാര്യങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നടക്കുന്നത്. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസിന് ഇപ്പൊ ഇന്ന് ഇറങ്ങിയ നാളെ തന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മൊത്തം ഒരു ലഹരി വിമുക്തമാക്കാനൊന്നും സാധിക്കില്ല. കാരണം ഈ പറഞ്ഞതുപോലെ വലിയൊരു നെറ്റ്വർക്കിംഗ് ആണ്. അതിന് പിന്നിലുള്ള ഒരറ്റത്തുള്ള ഒരാളെ മാത്രമായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. ഇനി ഒരാളെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും അടുത്തൊരാളെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും മറ്റൊരാള്, അങ്ങനെ അതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ലഹരി കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും തീർച്ചയായിട്ടും അവരുടെ പിന്നെ ഒരു കണക്ഷൻ കൂടി ഞാൻ പറയാം. നമ്മുടെ ഗവൺമെന്റ് കഴിഞ്ഞ ദിവസം UDF-ഉം അതുപോലെ മന്ത്രിസഭയും യോഗം ചേർന്ന് തീരുമാനിച്ച കാര്യം PM ശ്രീ പദ്ധതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അതിനോട് യോജിച്ചു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പും മരവിപ്പിച്ചു വെക്കാനാണല്ലോ നേരത്തെ എല്ലാം കഴിഞ്ഞു. ഈ PM ശ്രീ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. ആ സർവശിക്ഷ അഭിയാൻ്റെ ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ, അതാണ് BRC എന്ന് പറയുന്നത്, ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ. അവിടുത്തെ അധ്യാപകരാണ് ഇത് ചെയ്തിരിക്കുന്നത്, മാതൃകയായ അധ്യാപകർ. അപ്പോൾ കേരളത്തിൻ്റെ കയ്യിലും നിൽക്കില്ലിത്. അവിടെയുള്ള അധ്യാപകരുടെ നിയമത്തിൽ, ഇത് ഓഫ് കോഴ്സ് ഇത് കോൺട്രാക്റ്റ് എംപ്ലോയീസ് ആണ്, സ്ഥിര എംപ്ലോയീസ് അല്ല. അവരുടെ നിയമത്തിൽ നമ്മൾ ഈ മാനങ്ങൾ, അതായത് മയക്കുമരുന്നിൻ്റെ അടിമകളാണോ എന്നുള്ള പരിശോധന നടത്തി മാത്രമേ ഇനി മേലിലുള്ള നിയമനങ്ങൾ നടത്താവൂ എന്നുള്ളൊരു മുന്നറിയിപ്പും ഇത് നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും. ഏതായാലും ലഹരി കയ്യിൽ പിടിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും പല ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്നാലെ ഓപ്പറേഷൻ നമ്മുടെ തൂഫാൻ സംഘം ഉണ്ട് എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്നലെയും നാളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറച്ചെങ്കിലും ആളുകളെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ തുടച്ചു നീക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒപ്പം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി തന്നെയാണ് സർക്കാർ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനവും നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി ആരൊക്കെയാണ് അതിന്റെ കണ്ണികൾ നാളെ പിടിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ നമ്മുടെ കുട്ടികളെ അവരുടെ ശ്രദ്ധ അവർക്ക് മേലും വേണം. കാരണം പുകയുണ്ടാവില്ല ഇതിന്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പറയുന്ന കള്ളിൻ്റെ ഒരു നാറ്റവും അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണിത്.